അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടെമ്പറേച്ചർ മെഷറിംഗ് സ്കെയിലുകളെക്കുറിച്ച് പഠിച്ചു. സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, ഡിഗ്രി റൂമർ സ്കെയില്. അതായത് സെൽഷ്യസ് സ്കെയിലിൽ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് 0 ഡിഗ്രിയും ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രിയുമാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടിനെ 100 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിരിക്കുന്നു. വൺ പാർട്ട് ഈസ് കോൾഡ് 1 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ freezing point of water is taken as 32 degrees Fahrenheit, 32 degree, and boiling point of water is taken as 212 degree. The difference between 212 and 32 is 180, and each part is called 1 degree Fahrenheit. And in Romer scale, freezing point of water is taken as 0 degree, and boiling point of water is taken as 80 degree. And the difference between 0 and 80 is divided into 80 equal parts, and each part is called 1 degree Romer. അതിൻ്റെ ഫോർമുല കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല C/100. C സെൻറ്റിഗ്രേഡ് ഷെല്ലിൽ 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. F-32ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം F-32/180 = R/80. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ C/5 = F-32/9 = R/4. താഴെയുള്ള എല്ലാത്തിനെയും നമ്മൾ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര സിംപ്ലിഫൈ ചെയ്തു. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെ ഫാരൻഹീറ്റിലേക്കും, ഫാരൻഹീറ്റിനുള്ളതിനെ സെൽഷ്യസിലേക്കും, അല്ലെങ്കിൽ റൂമറിനുള്ളതിനെ സെൽഷ്യസിലേക്കും ഫാരൻഹീറ്റിലേക്കും അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് മെർക്കുറി ഫോർ സെലക്ടിങ് ആസ് എ മീഡിയം ഇൻ തെർമോമീറ്റർ. തെർമോമീറ്ററിൽ മെർക്കുറി സെലക്ട് ചെയ്യാനുള്ള കാരണം അത് ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല, വെറ്റാകുന്നില്ല, ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ചൂടിൻ്റെ നല്ല കണ്ടക്ടറാണ്. യൂണിഫോം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ, ഒരേപോലെ എല്ലാ ടെമ്പറേച്ചർ റേഞ്ചിലും ഒരേപോലെ ഒരേ അനുപാതികമായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്നു. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ അത് ലിക്വിഡായിട്ട് തന്നെ നിലനിൽക്കുന്നു, ലിക്വിഡ് ഫോമിൽ നിലനിൽക്കുന്നു. പിന്നെ മെർക്കുറി ഫ്രീസസ് അറ്റ് -39 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. -39 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മെർക്കുറി ഫ്രീസ് ആവുന്നു, കട്ട പിടിക്കുന്നു. അതുകൊണ്ട് അതിൽ താഴ്ന്ന ടെമ്പറേച്ചർ അളക്കാൻ അത് ഉപയോഗിക്കില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഹീറ്റും ടെമ്പറേച്ചർ നമ്മൾ ഡിഫറൻസ്, ഹീറ്റിൻ്റെ യൂണിറ്റുകൾ, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റുകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ്. എന്താണ് വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്? ചില ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേമുകളാണ് നമ്മളിനി നോക്കുന്നത്. അതിലൊന്നാമത്തെ വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ്. The water equivalent is the amount of water which requires the same amount of heat as is required to heat the substance to 1 degree centigrade. ഒരു സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപം ഉപയോഗിച്ച് എത്ര ഗ്രാം വെള്ളത്തിന് അല്ലെങ്കിൽ എത്ര എമൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താം, ആ വെള്ളത്തിൻ്റെ അളവാണ് വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഏതൊരു വസ്തുവാണ് അത് ലിക്വിഡോ സോൾഡോ അങ്ങനെ എന്തെങ്കിലും മെറ്റലോ അതുപോലെ ഏത് മെറ്റീരിയലും ആവാം. അങ്ങനെ ആ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപം, ഹീറ്റിൻ്റെ അളവ്, അതുപയോഗിച്ച് എത്ര ഗ്രാം വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ എത്ര എമൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഗ്രാം ഉയർത്താം, ആ വെള്ളത്തിൻ്റെ അളവാണ് വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ 500 കലോറി താപം വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ 500 കലോറി താപം ഒരു വസ്തുവിൻ്റെ, അപ്പോൾ അതേ 500 കലോറി താപം ഉപയോഗിച്ച് എത്ര ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താം? 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായതാണ് 1 കലോറി എന്ന് പറയുന്നത്. അപ്പോൾ 500 കലോറി ഉപയോഗിച്ച് 500 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താം. അപ്പോൾ ആ വസ്തുവിൻ്റെ വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാമാണ്. അതായത് ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ എത്ര താപം ആവശ്യമാണോ അതേ താപം ഉപയോഗിച്ച് എത്ര ഗ്രാം വെള്ളത്തിൻ്റെ 500 വെള്ളത്തിൻ്റെ താപം ഉയർത്താം?
നമ്മൾ ഈ പറഞ്ഞ കേസിൽ 500 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താം. അപ്പം ആ അളവാണ് ആ വസ്തുവിൻ്റെ വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാം ആണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ഈ വസ്തുക്കളുടെ താപം ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി വെള്ളത്തിൻ്റെ ടേമിൽ നമ്മൾ വെള്ളത്തിൻ്റെ വാട്ടർ ഹീറ്റ് അബ്സോർബിങ് കപ്പാസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ടേമാണ് വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിൻ്റെ വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ്. മനസ്സിലായോ? ഒരു വസ്തു എത്രമാത്രം 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ എത്രമാത്രം താപം ആവശ്യമാണോ അത്രയും താപം ഉപയോഗിച്ച് എത്ര ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താം. ഓക്കെ. Suppose the mass of substance is m gram, specific heat is S, so the amount of heat required through 1 degree centigrade is m into S. ആ വസ്തുവിൻ്റെ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ്, അതായത് വാട്ടർ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് W is equal to m into S. m is the mass of the substance, S is the specific heat of the substance. അതിൻ്റെ യൂണിറ്റ് ഗ്രാം ആണ് വാട്ടർ ഇക്വലൻ്റ്. എത്ര ഗ്രാം വെള്ളത്തിന് അല്ലെങ്കിൽ എത്ര എമൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താമെന്നാണ്. അപ്പോൾ എത്ര ഗ്രാം. അപ്പം W is equal to ആ വസ്തുവിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ്, എം ഇൻറ്റു എസ്. ഇനി അടുത്ത ടൈം തെർമൽ കപ്പാസിറ്റി. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ഹോൾ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് ദി തെർമൽ കപ്പാസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അതായത് ഒരു വസ്തുവിൻ്റെ ഹോൾ മാസ്, അതായത് ആ വസ്തുവിനെ മുഴുവനായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപമാണ് അതിൻ്റെ തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും വസ്തു, അതൊരു പാത്രമാവാം, അല്ലെങ്കിൽ ഒരു മെറ്റൽ സോളിഡ് പീസ് ആവാം, എന്തും ആവാം, ഏതെങ്കിലും മെറ്റീരിയൽ. അപ്പോൾ ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപമാണ് മാസ് ഇൻറ്റു സ്പെസിഫിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് m gram of substance to 1 degree centigrade is equal to ms calories per degree. Q is equal to ms. മുമ്പേ പറഞ്ഞ വാട്ടർ ഇക്വലൻ്റിൻ്റെ കേസ് പറഞ്ഞത് തന്നെയാണ്, പക്ഷേ അവിടെ യൂണിറ്റ് ഗ്രാം ആണ്, ഇവിടെ ms is equal കലോറീസ് പെർ ഗ്രാം ആണ്. 1 ഗ്രാമിന് ഇത്ര കലോറി വേണം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് തെർമൽ കപ്പാസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ടേംസുകളെല്ലാം ഓർത്തിരിക്കുക, തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി ഓർത്തിരിക്കുക. അപ്പോൾ മാസ്, ആ വസ്തുവിൻ്റെ മാസിനെ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെർമൽ കപ്പാസിറ്റി കിട്ടും. അത്രയും ഡിഗ്രീസ് പെർ സെൽഷ്യസ് ആണ്. ഇനി ലേറ്റൻ്റ് ഹീറ്റ് കേട്ടിട്ടുണ്ടോ? ലേറ്റൻ്റ് ഹീറ്റ് ഇല്ല സർ. ലേറ്റൻ്റ് ഹീറ്റ് 2 തരമുണ്ട്, നമ്മൾ പറയാം. ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥാ മാറ്റത്തിന് ഉപയോഗിക്കുന്ന ഹീറ്റ്, അവസ്ഥാ മാറ്റത്തിന് ആവശ്യമായ ഹീറ്റ്. ദ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ടേക്കൺ ഇൻ ഓർ ഗിവൺ ഔട്ട് ബൈ 1 gram ഓഫ് ദി സബ്സ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ വിത്തൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഒരു വസ്തു ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക്, ഒരു വസ്തുവിൻ്റെ 1 ഗ്രാം സബ്സ്റ്റൻസ് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറാൻ ആവശ്യമായ താപം ആണ്. അതായത് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോൾ പിന്നെ അത് ഹീറ്റ് ആഗിരണം ചെയ്യും. ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് വരുമ്പോൾ, അതായത് ഫ്രീസ് ചെയ്യുകയാണ്, അപ്പോൾ അത് ഹീറ്റ് പുറത്തേക്ക് വിടും. എന്ന് വെച്ചാൽ ഈ അവസ്ഥാ മാറ്റത്തിന്, ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നില്ല, അവസ്ഥാ മാറ്റത്തിന് ആവശ്യമായ ഹീറ്റാണ്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വിടുന്ന ഹീറ്റാണ് ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1 ഗ്രാം ഐസ് അല്ലെങ്കിൽ 1 ഗ്രാം വെള്ളം, 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളം 1 ഗ്രാം ഐസായി മാറുക, 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ഐസായി മാറുമ്പോൾ അതെന്ത് ചെയ്യുക? അത് താപം ആഗിരണം ചെയ്യും. ഐസായിട്ട് മാറുമ്പോൾ, ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഐസ്, വെള്ളം ഐസായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ അത് താപം പുറത്തേക്ക് വിടും. താപം പുറത്തേക്ക് വിടും. നേരെ മറിച്ച്
ഐസ് വെള്ളമാകണമെങ്കിൽ ഐസ് ഉരുകി വെള്ളമാകുമ്പോൾ അത് താപം ആഗിരണം ചെയ്യും. എന്ത് കേസാണെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് ആഗിരണം ചെയ്യുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ടേക്കൺ ഇൻ ഓർ ഗിവൺ ഔട്ട്. ടേക്കൺ ഇൻ എന്ന് പറയുന്നത് അത് ഉരുകുകയോ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറുകയോ ചെയ്യുമ്പോൾ അത് ഹീറ്റ് സ്വീകരിക്കും. നേരെ മറിച്ച് വാതകത്തിൽ നിന്ന് ദ്രാവകമാകുകയോ ദ്രാവകത്തിൽ നിന്ന് ഖരമാകുകയോ ചെയ്യുമ്പോൾ, ഖരാവസ്ഥയിലേക്ക് പോകുമ്പോഴും അത് ഹീറ്റ് ഗിവൺ ഔട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വിടും. അല്ലെങ്കിൽ അതിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്താലേ വെള്ളം തണുത്ത് ഐസാവുകയുള്ളൂ. ഹീറ്റ് പുറത്തേക്ക് എടുക്കണം. അപ്പം അങ്ങനെ അത് സ്വീകരിക്കുകയോ അത് പുറത്തേക്ക് അവസ്ഥ മാറുമ്പോൾ അത് സ്വീകരിക്കുകയോ അത് പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന ഹീറ്റിനെയാണ് പെർ ഗ്രാം ഒരു ഗ്രാം വസ്തു സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന ഹീറ്റിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അവസ്ഥാ മാറ്റത്തിന് അത്ര ഓർത്താൽ മതി. അവസ്ഥാ മാറ്റത്തിന് ഉപയോഗിക്കുന്ന ഹീറ്റ് വിത്തൗട്ട് റൈസ് ഇൻ ടെമ്പറേച്ചർ. അവിടെ വെള്ളം 0 ഡിഗ്രിയിലും ഉണ്ട്, 0 ഡിഗ്രിയിലുള്ള ഐസും ഉണ്ട്. അതറിയാവോ? ഐസിന് വെള്ളം 0 ഡിഗ്രിയിൽ നിന്ന് ഐസായി മാറുമ്പോൾ 0 ഡിഗ്രിയിലുള്ള ഐസ് വെള്ളമായി മാറുമ്പോൾ അവിടെ താപം സ്വീകരിക്കുന്നില്ല, അവിടെ ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നില്ല. 0 ഡിഗ്രിയിലുള്ള ഐസ് വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് ആ മൊത്തം 0 ഡിഗ്രിയിലുള്ള വെള്ളം ആയി കഴിഞ്ഞിട്ടേ പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഉയരുള്ളൂ. അപ്പോൾ ആ അവസ്ഥാ മാറ്റത്തിന് സ്വീകരിക്കുന്ന ഹീറ്റിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇത് 2 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഉരുകുക അല്ലേ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഉരുകാൻ ആവശ്യമായ ദ്രവീകരണ ലീനതാപം എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ടേൺ 1 gram ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് 1 ഗ്രാം വസ്തു ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറാൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വിത്തൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദിസ് ഈസ് കോൾഡ് ലേറ്റന്റ് ഓഫ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സച്ച് ആസ് 80 calories of heat is required to change 1 gram of ice at 0 degree centigrade into water at 0 degree centigrade. Therefore, latent heat of ice is 80 calories per gram. മനസ്സിലായോ? 1 ഗ്രാം ഐസ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള 1 ഗ്രാം ഐസ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉള്ള ഐസ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വാട്ടർ വെള്ളമായി മാറാൻ 80 കലോറി താപം ആവശ്യമാണ്. ഐസ് ഉരുകി വെള്ളമാകാൻ 1 ഗ്രാം ഐസ് ഉരുകി 1 ഗ്രാം വെള്ളമാകാൻ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെ ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ ഉരുകി വെള്ളമാകാൻ 80 കലോറി താപം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐസിൻ്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 1 കലോറി പെർ ഗ്രാം ആണ്. 80 കലോറി പെർ ഗ്രാം ആണ്. 80 കലോറി താപം വേണം 1 ഗ്രാം ഐസ് ഉരുകി വെള്ളമാകാൻ വിത്തൗട്ട് റൈസ് ഇൻ ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ. അതുപോലെ തന്നെ സെയിം വേ 1 gram ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഗീവ്സ് ഔട്ട് 80 calories ഓഫ് ഹീറ്റ് വൈൽ ഫ്രീസിങ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് കലോറീസ് പെർ ഗ്രാം. അതുപോലെ 1 ഗ്രാം വെള്ളം തണുത്ത് 1 ഗ്രാം ഐസായി മാറുമ്പോൾ 80 കലോറി ഹീറ്റ് പുറത്തേക്ക് വിടും. അല്ലെങ്കിൽ 80 കലോറി ഹീറ്റ് അതിൽ നിന്ന് വലിച്ചെടുത്താലേ 1 ഗ്രാം വെള്ളം 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളം 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ഐസായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ മനസ്സിലായില്ലേ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഗിവൺ ഔട്ട് ഓർ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഇവിടെ ലേറ്റന്റ് ഉരുകുമ്പോൾ ഇവിടെ ഉരുകിയ വസ്തു അല്ലെങ്കിൽ വെള്ളം ഫ്രീസ് ആകുമ്പോഴും അതേ ടെമ്പറേച്ചർ പുറത്തേക്ക് വിടും. അതായത് അവസ്ഥ മാറുമ്പോൾ ഐസ് ഉരുകി വെള്ളമാകുമ്പോൾ 80 കലോറി പെർ ഗ്രാം ഹീറ്റ് സ്വീകരിക്കും. വെള്ളം തണുത്ത് ഐസ് ആകുമ്പോൾ 80 കലോറി താപം പുറത്തേക്ക് വിടും. ഗിവൺ ഔട്ട് 80 calories ഓഫ് ഹീറ്റ് വൈൽ ഫ്രീസിങ്. സംഭവം മനസ്സിലായോ? സിമ്പിളല്ലേ? അതായത് അവസ്ഥ മാറുമ്പോൾ
ഖരവസ്തു ഉരുകി ദ്രാവകമാകുമ്പോൾ അത് ഹീറ്റ് ആഗിരണം ചെയ്യുകയും ദ്രാവകം തണുത്ത് ദ്രാവകം തണുത്ത് ഖരമാകണമെങ്കിൽ ആകുമ്പോൾ അത് ഹീറ്റ് പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പോൾ 1 ഗ്രാം വസ്തു ഖരാവസ്ഥയിൽ നിന്ന് ആ അവസ്ഥ മാറുന്നതിന് ആവശ്യമായ ഹീറ്റിൻ്റെ അളവിനെയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം വെള്ളത്തിൻ്റെ കേസിൽ 1 ഗ്രാം വെള്ളം തണുത്ത് ആകുമ്പോൾ 80 കലോറി പുറത്തേക്ക് വിടും. അല്ലെങ്കിൽ 1 ഗ്രാം ഐസ് ഉരുകി വെള്ളമാകുമ്പോൾ ആകണമെങ്കിൽ 80 കലോറി താപം അങ്ങോട്ട് കൊടുക്കണം. 80 കലോറി താപം അത് അബ്സോർബ് ചെയ്യും. ഇനി അടുത്ത ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്താണെന്ന് നോക്കാം. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതും അവസ്ഥാ മാറ്റത്തിൻ്റെയാണ്. വേപ്പറൈസേഷൻ, വേപ്പറാവാൻ, വാതകമാകാൻ അല്ലെങ്കിൽ നീരാവിയാകാൻ, ബാഷ്പമാകാൻ ആവശ്യമായ താപം. The amount of heat required to change 1 gram of liquid into state of vapor without any change in temperature is called latent heat of vapor. 1 ഗ്രാം ദ്രാവകം ചൂടായി അത് വാതകമായി മാറാൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ ഉദാഹരണത്തിന് 1 ഗ്രാം വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വേപ്പറായി മാറാൻ 539.5 കലോറി താപം ആവശ്യമാണ്. 1 gram of water at 100 degree centigrade requires 539.5 calories of heat to turn into vapor without any change in temperature. Therefore, latent heat of vapor in case of water is 539.5 calories per gram. ചൂടായി തിളച്ചിരിക്കുന്ന വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളം അത് വീണ്ടും ചൂടായി കഴിയുമ്പോൾ അത് നീരാവിയായി പോവും. അതായത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള നീരാവിയായി മാറും. അപ്പോൾ 1 ഗ്രാം വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളം നീരാവിയാകാൻ ആവശ്യമായ താപം എത്രയാണ്? 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള നീരാവിയാകാൻ ആവശ്യമായ താപം 539.5 ഡിഗ്രിയാണ്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് 539.5 കലോറീസ് പെർ ഗ്രാം. അപ്പം ദ്രാവകം വാതകമാകാൻ ആവശ്യമായ വിത്തൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആവശ്യമായ താപമാണ് ഹീറ്റിൻ്റെ അളവാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ദ്രാവകം വാതകമാകാനുള്ള, അപ്പം ഖരം ദ്രാവകമാകാനുള്ള ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ദ്രാവകം വാതകമാകാൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും. 1 ഗ്രാം വെള്ളത്തിൻ്റെ എത്രയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ? 80 കലോറീസ് പെർ ഗ്രാം. 1 ഗ്രാം വെള്ളം വാതകമാകാൻ ആവശ്യമായ താപം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ 539.5 കലോറീസ് പെർ ഗ്രാം. 539.5 കലോറീസ് പെർ ഗ്രാം. ഇനി അടുത്ത് നമ്മൾ കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യുവൽ, ഇന്ധനങ്ങളുടെ കലോറിഫിക് വാല്യൂ, എത്ര കലോറി, അത് ജ്വലിക്കുമ്പോൾ എത്ര കലോറി താപം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അളവാണ് കലോറിഫിക് വാല്യൂ. ഓരോ ഫ്യുവലുകളും ഇന്ധനങ്ങളുടെയും ഹീറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന ഹീറ്റിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി മാസ് ഓർ വോളിയം, യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫ്യൂവൽ ഈസ് നോൺ ആസ് കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽസ്. ഒരു നിശ്ചിത അളവ് യൂണിറ്റ് ക്വാണ്ടിറ്റി, ഒരു നിശ്ചിത അളവ് ഇന്ധനം കത്തുമ്പോൾ, കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായി കത്തുമ്പോൾ അത് പുറത്തേക്ക് വിടുന്ന ഹീറ്റിൻ്റെ അളവിനെയാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ആരോ വരുന്നുണ്ടോ? ഇല്ല. ഒരു നിശ്ചിത എമൗണ്ട്, അത് ചിലപ്പോൾ 1 ഗ്രാം ആയിരിക്കും കലോറിഫിക് വാല്യൂ, ഇത്ര കലോറീസ് പെർ ഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ നിശ്ചിത മാസ് ഇന്ധനം കത്തുമ്പോൾ അത് പുറത്തേക്ക് വിടുന്ന താപത്തിൻ്റെ അളവിനെയാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയാം. എ ഫ്യൂവൽ മേ ബി ഡിഫൈൻഡ് ആസ് ദി സബ്സ്റ്റൻസ്
which when burned rapidly in air evolves heat capable of being applied to industrial purpose. The amount of heat released is mainly governed by the chemical composition of the fuel and is measured by its calorific value. ഒരു ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്തിനാ? ഒരു ഫ്യൂവൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അത് എന്തരം സബ്സ്റ്റൻസ് ആണ്? അത് പെട്ടെന്ന് വായുവിൽ കത്തി അത് ഹീറ്റ് താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളാണ്. ആ വസ്തുക്കളും അത് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി വ്യാവസായിക ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് വായുവിൽ ജ്വലിച്ച് താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. വളരെ പലതരം ഫ്യൂവലുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ധാരാളം ഒരു ആണ്ട് തന്നെ പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഓട്ടോമൊബൈൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, LPG, CNG, പിന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ നാച്ചുറൽ ഗ്യാസും പിന്നെ ഹൈഡ്രജൻ, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇന്ധനം കത്തി അതിൻ്റെ പുറത്തേക്ക് കിട്ടുന്ന ആ ഫ്യൂവലിൻ്റെ അമൗണ്ടിനെയാണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. നമ്മൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും ഒക്കെ പറഞ്ഞു. ഒരു എഞ്ചിന് അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ്റെ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവറാണെന്നും, ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ലോസ് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന പവറാണെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു എഞ്ചിൻ്റെ എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് കലോറി ഇൻപുട്ട് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. ആ ഇന്ധനം യഥാർത്ഥത്തിൽ കത്തി അതിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പവറും അതിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന പവറും തമ്മിലുള്ള റേഷ്യോ ആണ്. അങ്ങനെ അതിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ആ കമ്പസ്റ്റൻ്റെ അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ കത്തുമ്പോഴുണ്ടാകുന്ന താപത്തിൻ്റെ എത്ര ശതമാനം അത് പവറാക്കി മാറ്റുന്നു അല്ലെങ്കിൽ വർക്കാക്കി മാറ്റുന്നു, അതിനെ സംബന്ധിച്ച ഒരു ടൈമാണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് വർക്ക് ഡൺ ടു ദ എനർജി സപ്ലൈഡ് ബൈ ഫ്യൂവൽ. ആ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന എനർജിയുടെ എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര ശതമാനം അത് വർക്ക് ഡൺ നമുക്ക് വർക്ക് ഡൺ ആയിട്ട് പുറത്തേക്ക് കിട്ടുന്നു. ദ റേഷ്യോ ഓഫ് ദി ഇൻഡിക്കേറ്റഡ് വർക്ക് ഡൺ ടു ദി എനർജി സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ. അപ്പോൾ വർക്ക് ഡൺ നമ്മുടെ പുറത്തേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ എഞ്ചിൻ്റെ IHP ആണ്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ പുറത്തേക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ എഞ്ചിനിൽ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ പുറത്തേക്ക് കിട്ടുന്നതല്ല, അത് BHP ആണ്. ആ എഞ്ചിനിൽ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ IHP ഇൻറ്റു IHP അവർ ഇക്വലൻ്റ് ഇൻ കലോറീസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഫ്യൂവൽ പെർ അവർ ഇൻറ്റു കലോറിഫിക് വാല്യൂ. അതായത് ഇത് ഫ്യൂവലിൻ്റെ ഇൻപുട്ടാണ്. ഇത് നമ്മൾ ആ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന എഞ്ചിനിൽ ആ ഫ്യൂവൽ കത്തിയിട്ട് നമ്മൾ ആ എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവറാണ് IHP എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ധനം കത്തിച്ച് പവറുണ്ടാക്കി നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പം രണ്ട് ഘട്ടത്തിൽ അവിടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇന്ധനം കത്തുമ്പോൾ ആക്ച്വലി ഇത്ര കലോറിഫിക് വാല്യൂ, ഇത്ര പവർ ഉണ്ടാകുന്നു. ആ പവർ കൊണ്ട് ഈ IHP അത് എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്യുന്ന IHP കുറച്ച് കുറവായിരിക്കും. ആ IHP ഉപയോഗിച്ച് പിസ്റ്റണെല്ലാം വർക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന വീണ്ടും ഫ്രിക്ഷനെല്ലാം ഓവർകം ചെയ്ത് പുറത്തേക്ക് കിട്ടുന്ന BHP വീണ്ടും അതിലും കുറവായിരിക്കും. അപ്പോൾ ഇന്ധനം കത്തുന്നത് കൊണ്ട് അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ യഥാർത്ഥത്തിൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോർമുല ഓർത്തിട്ട് ഇരുന്നാൽ മതി. IHP ഇൻറ്റു HP അവർ ഇക്വലൻ്റ് ഇൻ കലോറീസ്.
IHPയെ നമ്മൾ കലോറിയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് HP അവർ ഇക്വലൻറ്റ് കൊണ്ട് ഗുണിക്കുന്നത്. IHP ഇൻറ്റു മാസ് ഓഫ് ദ ഫ്യൂവൽ പെർ അവർ, ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ. അപ്പോൾ ഇത് കലോറി ബൈ കലോറി, അത് താപത്തിൻ്റെ ടേമിൽ എഫിഷ്യൻസി കാണുന്നതാണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. അത്രയും ഓർത്താൽ മതി, അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇവിടെ മുകളിലും കലോറി താഴെയും കലോറി, അല്ലെങ്കിൽ താപത്തിൻ്റെ ടേംസിൽ എഫിഷ്യൻസി കാണുന്നതാണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ബ്രേക്ക് ഓർ ഷാഫ്റ്റ് വർക്ക് ഡൺ ടു ദി എനർജി സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ. ആ എനർജി സപ്ലൈ ചെയ്യുന്ന എനർജിയുടെ എത്ര ഭാഗം നമുക്ക് പുറത്തേക്ക് ഔട്ട്പുട്ടായിട്ട് ബ്രേക്ക് ഹോഴ്സ് പവർ ആയിട്ട് പുറത്തേക്ക് കിട്ടുന്നു, ആ റേഷ്യോ ആണ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. BHP ഇൻറ്റു HP അവർ ഇക്വലൻറ്റ്. ഇവിടെ IHP ആയിരുന്നു, BHP ഇൻറ്റു HP അവർ ഇക്വലൻറ്റ് ഇൻ കലോറീസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഫ്യൂവൽ പെർ അവർ ഇൻറ്റു കലോറിഫിക് വാല്യൂ. ആ ഫ്യൂവൽ കത്തുന്ന ഒരു മണിക്കൂറിൽ കൊടുക്കുന്ന ഫ്യൂവൽ എത്രയുണ്ട് അതിൻ്റെ കലോറിഫിക് വാല്യൂ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്യൂവലിൻ്റെ കലോറിഫിക് എത്ര കലോറി, ഫ്യൂവൽ കത്തുമ്പോൾ എത്ര കലോറി കിട്ടി, ഇത് ഔട്ട്പുട്ട് BHPയെ കലോറിഫിക് ഇക്വലൻ്റ് കൊണ്ട് അവർ ഇക്വലൻ്റ് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ ഔട്ട്പുട്ട് എത്ര കലോറി കിട്ടിയെന്ന് കിട്ടും. അപ്പോൾ ആ കലോറിഫിക് വാല്യൂ തമ്മിലുള്ള BHPയും ഇൻപുട്ടായിട്ടുള്ള ഫ്യൂവലിൻ്റെ കത്തുമ്പോഴുണ്ടാകുന്ന കലോറിഫിക് വാല്യൂ തമ്മിലുള്ള റേഷ്യോ ആണ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ. തെർമൽ എഫിഷ്യൻസി എന്നുള്ളത് എന്താണ്, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്നുള്ള ഫോർമുല ഓർത്തിരിക്കുക. ഇനി കലോറിഫിക് വാല്യൂ വിൽ ബി ഗിവൺ ഇൻ കിലോ കലോറീസ് പെർ kg. കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ, അത് കിലോ കലോറീസ് പെർ kg. 1 കിലോഗ്രാം ഫ്യൂവലിന് എത്ര കിലോ കലോറി കിട്ടും എന്നുള്ളത് അങ്ങനെയായിരിക്കും കലോറിഫിക് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. HP അവർ ഇക്വലൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു HP ഒരു മണിക്കൂറിൽ ചെയ്യുമ്പോൾ അതിന് എത്ര കലോറിയാണെന്ന് HP അവർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 632.5 കിലോ കലോറീസ്. ഒരു HP പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രയാണ്, ഈ BHP എന്ന് പറഞ്ഞാൽ 10 HP എന്ന് പറഞ്ഞാൽ 10 × 632.5 കിലോ കലോറീസ്. അപ്പോൾ മുകളിലുള്ള ഹോഴ്സ് പവറിനെ കലോറി ഇക്വലൻ്റ് ആക്കി. ഓക്കെ, അപ്പോൾ HP അവർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 632.5 കിലോ കലോറീസ് പെർ കിലോ കലോറീസ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടേം കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസിയും ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയും. ഇനി കെൽവിൻ ഓർ റാങ്കൈൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. ഇതൊക്കെ ഇത്രയും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ആകെ സിംപ്ലി ഇത്രയേ ഉള്ളൂ. സെൽഷ്യസ് സ്കെയിലിൻ്റെ കൂടെ 273 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെൽവിൻ സ്കെയിൽ കിട്ടും. നമ്മൾ മുമ്പേ 3 സ്കെയിലാണ് പഠിച്ചത്, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, റൂമർ സ്കെയിൽ. ആ 3 സ്കെയിൽ കൂടാതെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ടെമ്പറേച്ചറിൻ്റെ സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ ഓർ റാങ്കൈൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇറക്കാനുള്ള IS സ്റ്റാൻഡേർഡിലുള്ള സ്കെയിലാണ്, അതിനുള്ള തോതാണ് കെൽവിൻ ടെമ്പറേച്ചർ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ 273ൻ്റെ പ്രത്യേകത? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഇത് ആദ്യം തൊട്ട് വായിക്കാം. അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ ഈസ് ദ സീറോ ബിലോ വിച്ച് ടെമ്പറേച്ചർ ഓഫ് എനി സബ്സ്റ്റൻസ് കനോട്ട് ഫാൾ. At absolute 0 degree, the volume of a gas at constant pressure is 0. This means that molecular activity of all gases ceases at absolute 0 degree. നമ്മൾ ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോഴോ വ്യാപ്തം കുറയും. അപ്പോൾ വാതകങ്ങളുടെ ഒരു കേസിൽ എടുത്തു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി എത്തി അതിൻ്റെ താഴോട്ട് പോയി ഈ 200 ഒരു അബ്സല്യൂട്ട് 0, ഒരു ഏറ്റവും താഴ്ന്ന ഒരു ടെമ്പറേച്ചറിൽ ഈ വാതകത്തിൻ്റെ വോളിയം 0 ആയി മാറും. അതായത് മോളിക്കുലർ ആക്ടിവിറ്റി ഇല്ലാതെ അതിൻ്റെ വോളിയം ഏതാണ്ട് 0, അതായത് വാതകങ്ങൾക്ക് എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരവസ്ഥയെത്തും ടെമ്പറേച്ചർ താന്ന്. അത് ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 ഡിഗ്രി സെൽഷ്യസ്. 0യേക്കാളിൽ 273 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ടെമ്പറേച്ചറാണ്. 0യിൽ നിന്ന് ടെമ്പറേച്ചർ താഴേക്ക് പോകുമ്പോൾ -1, -2, -3 താഴേക്ക് പോകുമ്പോൾ -273 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്തുമ്പോൾ വാതകത്തിൻ്റെ
വോളിയം 0 ആവുന്നു. അതിനാണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. വോളിയം 0 ആവുന്നു, അതായത് നിലനിൽപ്പില്ല. അതിൻ്റെ താഴേക്ക് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു വാതകത്തിന് അതിൻ്റെ ടെമ്പറേച്ചർ പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ടെമ്പറേച്ചറിൽ വസ്തുവിന് നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് -273 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ തുടങ്ങുന്ന സ്കെയിലാണ് അത്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 460 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 273 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 460 ഡിഗ്രി ഫാരൻഹീറ്റ്. നിജിൻ വിജെ 10:50 കയറണ്ട കേട്ടോ. അപ്പോൾ വാട്സാപ്പിൽ വല്ല മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും റീസണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയുമല്ലോ. ഇല്ല. അപ്പോൾ -273 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. അതായത് മൈനസ് എന്നുള്ള ഒരു ടെമ്പറേച്ചർ അവിടെ ഇല്ല. കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് C+273 ആണ്. അല്ലെങ്കിൽ റങ്കൈൻ സ്കെയിൽ എന്ന് പറയുന്നത് അത് FPS സിസ്റ്റത്തിൽ അത് ഫാരൻഹീറ്റ് സ്കെയിലിൻ്റെ കൂടെ 460 കൂട്ടുന്നതാണ് റങ്കൈൻ സ്കെയിൽ. റങ്കൈൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു 1.801 ഇൻറ്റു കെൽവിൻ സ്കെയിൽ. അപ്പോൾ കെൽവിൻ സ്കെയിലിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഷ്യസ് സ്കെയിലിൻ്റെ കൂട്ടത്തിൽ 273 കൂട്ടിയാൽ മതി. 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ 10 + 273 253 ഡിഗ്രി കെൽവിൻ. 10 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര കെൽവിൻ സ്കെയിലാണ്? അല്ലെങ്കിൽ റങ്കൈൻ സ്കെയിലും കെൽവിൻ സ്കെയിലും ഒന്ന് തന്നെ. 6 എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് K തന്നെയാണ്. K = 460 പ്ലസ് ഇവിടെ ഫാരൻഹീറ്റ് സ്കെയിലിൽ 10 ഡിഗ്രി ആണെങ്കിൽ 460 പ്ലസ് 410 470 ഡിഗ്രി കെൽവിൻ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് റങ്കൈൻ സ്കെയിലിൽ. സോറി, ഭയങ്കര മഴയും കാറ്റും വരുന്നു. അപ്പോൾ നമുക്ക് ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിനെ സെൽഷ്യസ് ആക്കാൻ എന്ത് ചെയ്യണം? കെൽവിൻ ആക്കാൻ എന്ത് ചെയ്യണം? ഫാരൻഹീറ്റ് സ്കെയിലിനെ ആദ്യം സെൽഷ്യസ് ആക്കുക, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 273 കൂടുക, അന്നേരം കെൽവിനായി. ഈ ഫാരൻഹീറ്റ് സ്കെയിലിന് കൂടെ 460 കൂട്ടിക്കഴിഞ്ഞാൽ അത് റങ്കൈൻ സ്കെയിലാണ്. ഓക്കെ, അതായത് ബ്രിട്ടീഷ് സിസ്റ്റത്തിലുള്ള അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ എന്നാണ് പറയുക ഈ കെൽവിൻ സ്കെയിലിനെ. അബ്സല്യൂട്ട് 0, അതായത് അതിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ ഇല്ല. -273 ഡിഗ്രി സമം കെൽവിനിലാക്കുമ്പോൾ എത്രയായി? -273 ഡിഗ്രിയെ കെൽവിനിലാക്കുമ്പോൾ -273 + 273, അപ്പോൾ 0 കെൽവിൻ. അപ്പോൾ 0 കെൽവിനിലാണ് തുടങ്ങുന്നത്. പിന്നെ 1, 2, 3 മുകളിലേക്കേ ഉള്ളൂ. താഴേക്ക് കെൽവിൻ സ്കെയിലിൽ മൈനസ് ടെമ്പറേച്ചർ ഇല്ല. അതാണ് കെൽവിൻ സ്കെയിലിൻ്റെ പ്രത്യേകത. K = C + 273, അത്രയേ ഉള്ളൂ. C ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ്, F ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്, K ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി കെൽവിൻ, R ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി റങ്കൈൻ. സൗണ്ട് കാരണം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. കേൾക്കാം. കുറച്ചേരം ഇരപ്പുണ്ട് അല്ലേ? ചെറുതായിട്ടേ ഉള്ളൂ. നമ്മുടെ മൈക്കൊക്കെ നല്ല സിസ്റ്റം ആയതുകൊണ്ട് അത്ര. അതാ ഞാൻ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. സാർ മൈക്ക് കുറച്ചുകൊണ്ട് അടുപ്പിച്ച് വെച്ചാൽ മതി. മൈക്ക് അടുപ്പിച്ചിട്ട് അതിൻ്റെ ഗെയിന് കുറച്ചുമ്പോൾ ചുറ്റുവട്ടത്തുള്ള സൗണ്ട് കുറയും. മൈക്ക് അടുപ്പിച്ച് വെച്ചാൽ കറക്റ്റായിട്ട് കേൾക്കും. ഓക്കെ, ഇനി ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് അതും കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. 11 മണി ആവാനായി. അപ്പോൾ താപം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ പകർന്നു കൊടുക്കുന്നത്, അതിനാണ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. ഹീറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ 3 ways.
പ്രൊപ്പഗേഷൻ ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിൻ്റെ പ്രവാഹം അത് 3 തരത്തിൽ ഉണ്ട്. കണ്ടക്ഷൻ ഒന്നാമത്തെ കണ്ടക്ഷൻ. ഇൻ ദിസ് മെത്തേഡ് it is that method in which heat is propagated from one place to another by atoms mutually. This is called conduction. ആറ്റങ്ങൾ പരസ്പരം ഹീറ്റ് കൈമാറി താപം പ്രവഹിക്കുന്നതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു അയൺ റോഡ് ഒരറ്റം ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങേ അറ്റത്ത് വരെ ചൂടെത്തും. അപ്പോൾ അത് ആറ്റങ്ങൾ പരസ്പരം കൈമാറി താപം കടത്തിവിടുന്നതിനാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നല്ലതായിട്ട് താപം കടത്തിവിടുന്ന വസ്തുക്കളെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. നന്നായിട്ട് താപം കടത്തിവിടാത്തതിനെ ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അലൂമിനിയം, സ്റ്റീൽ ഇതൊക്കെ നല്ല ഗുഡ് കോപ്പറൊക്കെ നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റാണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെയും. അതുപോലെ വുഡ്, പ്ലാസ്റ്റിക്, പേപ്പർ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ് അല്ലേ. തടിയുടെ ഒരറ്റം ചൂടാക്കി ഇങ്ങേ അറ്റത്ത് പിടിക്കുമ്പം ചൂട് അനുഭവപ്പെടുമോ? വളരെ കുറച്ച് താപം തടിയിലൂടെ കടന്നു പോകുന്നുള്ളൂ. അപ്പം ആറ്റങ്ങൾ പരസ്പരം താപം കൈമാറി താപപ്രവാഹം നടക്കുന്നതിനാണ് കണ്ടക്ഷൻ അഥവാ മലയാളത്തിൽ പറഞ്ഞ ചാലനം എന്ന് പറയുക, കണ്ടക്ഷൻ. ഇനി രണ്ടാമത്തേത് കൺവെക്ഷൻ. In this system, the atoms carry the heat themselves and the colder atoms take their place. It is called convection. For example, on heating water, it takes heat and comes up, and cold water from top goes to the bottom. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കുമ്പോൾ തീ അടിയിലല്ലേ കത്തുക. അപ്പോൾ അടിയിൽ തീ കത്തിക്കുമ്പോൾ അടിയിലുള്ള വെള്ളത്തിൻ്റെ തന്മാത്രകൾ ചൂടാകുകയും ചൂടായ വെള്ളം എന്ന് പറഞ്ഞാൽ വികസിച്ച് അതിൻ്റെ ഭാരം കുറയും, അത് മുകളിലേക്ക് വരും. മുകളിലുള്ള തണുത്ത വെള്ളം താഴേക്ക് പോകും. അപ്പം അങ്ങനെ ചൂടായ വസ്തുക്കളുടെ മൂവ്മെൻറ്റ് വഴി താപം പ്രവഹിക്കുന്നതിന് അങ്ങനെയാണ് ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ താപം ഒരുപോലെയാകുന്നത്. അങ്ങനെ ആ വെള്ളത്തിൻ്റെ തന്മാത്രകളുടെ ചലനത്തിലൂടെ താപം പ്രവഹിക്കുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ കടൽക്കാറ്റും കരക്കാറ്റും കടലിൽ നിന്ന് ചൂട് കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ അങ്ങനെ വായു, ജലം അങ്ങനെയുള്ള വസ്തുക്കൾ ഒക്കെയുള്ള ഒരു പരിധിവരെ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൺവെക്ഷനിലൂടെയാണ്. ചാലനം രണ്ടാമത്തേത് സംവഹനം എന്ന് മലയാളത്തിൽ പറയും. കൺവെക്ഷൻ അത് കേട്ട് ഓർത്തിരിക്കണ്ട, ഇത് പഠിക്കണം. കൺവെക്ഷൻ എന്താണ്? ആറ്റങ്ങളുടെ യഥാർത്ഥ മൂവ്മെൻറ്റിലൂടെ താപം പ്രവഹിക്കുന്ന പ്രക്രിയയാണ് കൺവെക്ഷൻ. ഇനി മൂന്നാമത്തേത് റേഡിയേഷൻ. ദാറ്റ് സിസ്റ്റം ഇൻ വിച്ച് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഹീറ്റ് ഡസ് നോട്ട് നീഡ് എനി മീഡിയം. അതിന് യാതൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ലാത്ത ഹീറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് റേഡിയേഷൻ. മീഡിയം ആവശ്യമില്ലാത്ത ഹീറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് റേഡിയേഷൻ. ദ ഹീറ്റ് ഗോസ് ഡയറക്റ്റ് ഫ്രം ദി സോഴ്സ് ഇൻ ദി ഫോം ഓഫ് റേസ് ടു ദി പോയിന്റ് ഓഫ് കൺസംപ്ഷൻ ഈസ് കോൾഡ് റേഡിയേഷൻ. ഹീറ്റ് ഫ്രം ദി സൺ റീച്ചസ് ദി എർത്ത് ബൈ റേഡിയേഷൻ. ഹീറ്റ് ഫ്രം ദ ഫയർ വാം അപ്സ് എ മാൻ സിറ്റിംഗ് ഇൻ നിയർ ഇറ്റ്. അതായത് ഒരു എന്താ പറയുക, ഒരു മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രവാഹ രീതിയെ താപം പ്രവഹിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപം എത്തുന്നത് റേഡിയേഷനിലൂടെയാണ് അല്ലേ. ശൂന്യാകാശത്ത് എന്തെങ്കിലും മീഡിയം ഉണ്ടോ? ഇല്ല. അതുപോലെ ഒരു തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് താപം പോകും സംവഹനത്തിലൂടെ. അതിലൂടെ തൊട്ട് അടുത്തിരിക്കുന്ന വസ്തുക്കൾ ചൂടാകും ചാലനത്തിലൂടെ. പക്ഷേ നമ്മളൊരു 2 മീറ്റർ മാറി നിൽക്കുകയാണെങ്കിൽ എങ്കിൽ പോലും നമുക്ക് തീയിൽ നിന്നുള്ള ചൂട് അനുഭവപ്പെടും. അത് സൈഡിലേക്ക് പോകുന്ന റേഡിയേഷനായിട്ട്. അപ്പം ഒരു മീഡിയം ആവശ്യമില്ലാതെ കിരണങ്ങളായിട്ട് താപം പ്രവഹിക്കുന്നതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഹീറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡുണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കിരണങ്ങളായിട്ട് റേഡിയേഷന് മീഡിയം ആവശ്യമില്ല. ഒരു ഫ്ലാസ്കിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ താപം ഒട്ടും പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്?
കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും 3 തരത്തിലുള്ള താപ പ്രവാഹ രീതികളും അവിടെ തടയപ്പെടുന്നു. കാരണം ഒരു ഫ്ലാസ്കിന് 2 ലെയറുള്ള ഒരു പാത്രമാണ്, ഒരു ചില്ലിൻ്റെ പാത്രമാണ്, ചിലപ്പോൾ സ്റ്റീലിൻ്റെ ഉണ്ടാവും. അതിന് 2 ഭിത്തികളുണ്ട്. നമ്മൾ പുറമേ കാണുന്ന പ്ലാസ്റ്റിക്കോ സ്റ്റീലിൻ്റെയോ കവറിങ് അല്ല, അതിൻ്റെ അകത്ത് ഉള്ളിലൊരു ഫ്ലാസ്കിൻ്റെ ഒരു ഷെല്ലുണ്ട്. പണ്ടത്തെ ആണെങ്കിൽ ഗ്ലാസിൻ്റെയാണ്. ഗ്ലാസിൻ്റെ ഡബിൾ വോളാണ്, ഇരട്ട ഭിത്തികളുള്ള ഒരു പാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. ആ പാത്രം ആ ഇരട്ട ഭിത്തികൾക്കിടയിലുള്ള വായു വലിച്ച് പുറത്തേക്ക് കളഞ്ഞത്, അവിടെ ശൂന്യതയാണ്. അപ്പോൾ ശൂന്യതയിലൂടെ സംവഹനം നടക്കില്ല, അപ്പോൾ സംവഹനം അവിടെ ഉണ്ടാകുന്നില്ല. ഇനി 2 ഭിത്തികളാകുന്നതുകൊണ്ട് അതിനിടയിൽ കോണ്ടാക്റ്റ് വളരെ കുറവാണ്. ആ മുകളിൽ ജോയിൻ ആകുന്ന എഡ്ജിൽ മാത്രമേ കോണ്ടാക്റ്റ് ഉള്ളൂ. അപ്പോൾ അതിലൂടെ കണ്ടക്ഷനും നടക്കുന്നില്ല. പിന്നെ മൂന്നാമത്തെ റേഡിയേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ സിൽവർ കോട്ടിങ് അല്ലെങ്കിൽ മെർക്കുറി കോട്ടിങ് നടത്തിയിരിക്കുന്നു. മെർക്കുറി കോട്ടിങ് ഉള്ളിലല്ല, വെള്ളം തൊടുന്നിടത്ത് ഭാഗത്തല്ല, അതിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ് പോലെ മിറർ എഫക്റ്റ് കൊണ്ട് റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്ത് അകത്തെ താപം ഉള്ളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു ഫ്ലാസ്കിൻ്റെ അകത്ത് 3 തരത്തിലുള്ള ഹീറ്റ് പ്രൊപ്പഗേഷനും കൺട്രോൾ ചെയ്ത് ചൂടുള്ള വസ്തു ചൂടായിട്ടും തണുത്തുള്ള വസ്തു ഉള്ളിലെ ഹീറ്റ് പുറത്തേക്കും പോകില്ല, പുറത്തെ ഹീറ്റ് ഉള്ളിലേക്കും കയറില്ല. അങ്ങനെ താപം കീപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് തെർമോ ഫ്ലാസ്ക്. അതുപോലെ ഫ്രിഡ്ജ്, ഫ്രീസർ, ഇതിനൊക്കെ കാണാം നമ്മൾ 2 ഭിത്തിയുണ്ട്. ആ ഭിത്തിക്കിടയ്ക്ക് ശൂന്യത, വാക്വം ഉണ്ടാവില്ല, ബട്ട് അതിൻ്റെ അകത്ത് പോളിയുറേത്തേൻ ഫോം പോലെയുള്ള തെർമോക്കോൾ പോലെയൊക്കെയുള്ള വസ്തുക്കൾ നിറച്ചിരിക്കും. അപ്പം കോണ്ടാക്റ്റ് വളരെ കുറവാണ്, കണ്ടക്ഷനും അവിടെ വളരെ കുറവായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു തെർമോക്കോളിൻ്റെ പെട്ടിക്കകത്ത് ഐസ് വെച്ചാൽ തന്നെ കുറേ നേരം ചൂട് നിൽക്കും. അതിൻ്റെ കാരണം എന്നാ, തെർമോക്കോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് വളരെ കുറവാണ്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് താപം പോകാനുള്ള സാധ്യത കുറയുകയാണ്. ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് സബ്സ്റ്റൻസ്, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram of substance through 1 degree centigrade is called specific heat. It is denoted by the letter S. 1 gram വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 1. 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ 1 കലോറി താപം ആവശ്യമാണ്. അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram of substance through 1 degree centigrade. 1 ഗ്രാം വസ്തു. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഓയിൽ, ടർപ്പൻ്റൈൻ ഓയിലിൻ്റെ 0.428 കോമൺ സാൾട്ട്. ഉപ്പിൻ്റെ സ്പെസിഫിക് ഹീറ്റ് 0.214. ഹീറ്റ് ഓഫ് പ്ലാറ്റിനം 0.032. സ്പെസിഫിക് ഹീറ്റ് ഓഫ് അയൺ 0.12. സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീൽ 0.15. കോപ്പർ 0.09 അല്ലെങ്കിൽ ഏതാണ്ട് 0.1. സ്പെസിഫിക് ഹീറ്റ് ഓഫ് അലൂമിനിയം 0.22. ഇതൊക്കെയാണ് സ്പെസിഫിക് ഹീറ്റ്. ഇനി ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്.